പ്രക്ഷോഭത്തിന്റെ മറവിൽ പോലീസിനെ തല്ലിച്ചതയ്ക്കുകയും പൊതുമുതൽ അടിച്ച് തകർക്കുകയും ചെയ്ത് അരാജകവാദികളെ സംരക്ഷിക്കാൻ ഓടി നടന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇപ്പോൾ കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ രക്ഷകർ ചമഞ്ഞ പിന്നിലൂടെ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാൻ ഇറങ്ങിയ CJPയുടെ കുൽസിത നീക്കങ്ങളാണ് പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ ഇപ്പോൾ പാടെ ചീറ്റിപ്പോയിരിക്കുന്നത്. സമരം ചെയ്ത ക്രിമിനലുകൾക്ക് യാതൊരുവിധ സംരക്ഷണവും നൽകാനാകില്ലെന്നും അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സുപ്രീം കോടതി കൃത്യമായി ഉത്തരവിട്ടതോടെ ഈ പാർട്ടികളുടെ അരാജക പ്ലാനുകൾ എങ്ങനെയാണ് ഒന്നൊന്നായി പൊളിയുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പരമോന്നത നീതിപീഠം പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ CJPയുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത്. സമരം ചെയ്തവർക്കെതിരെയുള്ള എല്ലാ കേസുകളും കണ്ണടച്ച് പിൻവലിക്കണമെന്ന CJP വക്താവ് സൗരവ് ദാസിന്റെ ആവശ്യത്തിനാണ് സുപ്രീം കോടതി കൃത്യമായി തടയിട്ടിരിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത സമാധാനപരമായി സമരം ചെയ്ത സാധാരണ വിദ്യാർത്ഥികളെ മാത്രമാണ് കോടതി സംരക്ഷിച്ചത്. എന്നാൽ പോലീസിനെ ആക്രമിച്ചവരെയും പൊതുമുതൽ നശിപ്പിച്ചവരെയും മുൻപ് ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെയെല്ലാം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി അങ്ങേയറ്റം കർശനമായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടെയാണ് CJPയുടെ നേതാക്കൾ അസ്വസ്ഥരായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഓടിയെത്തിയത്. സർക്കാരും കോടതിയും തങ്ങളെ ചതിച്ചുവെന്ന ആക്ഷേപവുമായി വീണ്ടും ഡൽഹിയും രാജ്യവും കത്തിക്കുമെന്ന ഭീഷണിയാണ് CJP ഇപ്പോൾ ഉയർത്തുന്നത്. എന്നാൽ ഈ ബഹളങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം സമരം ചെയ്ത സാധാരണ വിദ്യാർത്ഥികളോടുള്ള സ്നേഹമല്ല, മറിച്ച് പ്രക്ഷോഭത്തിലേക്ക് ഇവർ നുഴഞ്ഞു കയറ്റിയ വാടക ഗുണ്ടകളും അക്രമികളും തീവ്രവാദികളും ഒക്കെ നിയമത്തിന്റെ പിടിയിലാകുമെന്ന കടുത്ത ഭയം മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡൽഹി ജന്തർ മന്ദറിലെ സമരഭൂമിയിൽ നടന്നത് എന്താണെന്ന് രാജ്യം മുഴുവൻ കണ്ടതാണ്. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ ആരംഭിച്ച സമരം പെട്ടെന്നാണ് തെരുവ് യുദ്ധത്തിലേക്കും അക്രമത്തിലേക്കും വഴിമാറിയത്. ഈ 250ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് അക്രമികളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ബാരിക്കേഡുകൾ തകർത്തു, വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചു, പൊതുമുതൽ നശിപ്പിച്ചു. ഇത്തരത്തിൽ നടന്ന ആസൂത്രിതമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് പിന്നിൽ കടുത്ത അരാജകവാദികളും മുൻകാല ക്രിമിനലുകളുമാണെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ കോടതിയെ കൃത്യമായി തെളിവ് സഹിതം അറിയിച്ചിട്ടുണ്ട്. സാധാരണ വിദ്യാർത്ഥികളുടെ മറവിൽ ക്രിമിനലുകളെ ഇറക്കി ഡൽഹിയെയും രാജ്യത്തെയും മുൾമുനയിൽ നിർത്താനാണ് CJP ശ്രമിച്ചത്. അക്രമം നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുത്തപ്പോൾ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ കേസുകളും റദ്ദാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു സർക്കാർ എന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദവുമായിട്ടാണ് ഇപ്പോൾ CJP രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ നിയമത്തിന്റെ പരീക്ഷണം വന്നപ്പോൾ ഇവരുടെ ഈ പാറ്റക്കൂട്ടങ്ങളുടെ വിലാപങ്ങളെല്ലാം ഒന്നൊന്നായി നിലം പതിക്കുകയായിരുന്നു. ഇവിടെയാണ് CJPയുടെ കാപ്പട്യവും ഇരട്ടത്താപ്പും പരസ്യമാകുന്നത്. അതെന്താ? അടികൊണ്ട് ആശുപത്രിയിലായ പോലീസിന്റെ ജീവന് വിലയില്ലേ? നശിപ്പിച്ച പൊതുമുതലിന് ആര് സമാധാനം പറയും? നീറ്റ് പേപ്പർ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നായിരുന്നല്ലോ പാർട്ടികളുടെ ആവശ്യം. അപ്പോൾ അവരുടെ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സാമൂഹ്യ വിരുദ്ധർ വരുത്തിവെച്ച അക്രമങ്ങൾക്കും നാശത്തിനും CJPക്ക് ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ? കോടതി തങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും പറഞ്ഞാൽ ആഹാ നീതിപീഠം എന്ന് വാഴ്ത്തുകയും എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കും ക്രിമിനൽ സഖ്യങ്ങൾക്കും തിരിച്ചടിയാകുന്ന ഉത്തരവ് വന്നാൽ കോടതി BJPയുടെ ആയുധമാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥിരം കലാപരിപാടിയാണ് ഇപ്പോൾ CJP ഇവിടെ പയറ്റുന്നത്. പക്ഷേ ആ പരിപ്പിനി ഇവിടെ വേവില്ല. പ്രക്ഷോഭത്തിൽ അക്രമം നടത്തിയവർക്കെതിരെ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോയാൽ 250 പോലീസുകാരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തതാര്, ഇതിനായി പണം ഇറക്കിയതാര്, സമരമക്രമത്തിലേക്ക് തിരിച്ചുവിട്ട ഗൂഢാലോചനയ്ക്ക് പിന്നിലെ തലച്ചോറ് ആരുടേത് എന്നതൊക്കെ കൃത്യമായി പുറത്തുവരും. അന്വേഷണത്തിന്റെ വിരലുകൾ തങ്ങളുടെ തലപ്പത്തേക്ക് നീളുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് CJP ഇപ്പോൾ പരമോന്നത നീതിപീഠത്തിന്റെ അധികാരത്തെ പോലും ചോദ്യം ചെയ്യാൻ തുനിയുന്നത്. യഥാർത്ഥത്തിൽ സമാധാനപരമായി സമരം ചെയ്ത നിരപരാധികളായിട്ടുള്ള വിദ്യാർത്ഥികളെയും വേഷം മാറി വന്ന് അക്രമം നടത്തിയ ക്രിമിനലുകളെയും വേർതിരിച്ചു കാണാൻ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഭരണഘടന അനുവദിക്കുന്ന പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുമ്പോൾ തന്നെ രാജ്യത്ത് കലാപമുണ്ടാക്കാനെത്തുന്ന വാടക ഗുണ്ടകൾക്ക് സംരക്ഷണ കവചമാകാൻ കോടതി തയ്യാറല്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി പിന്നിലൂടെ ക്രിമിനലുകളെ രക്ഷിച്ചെടുക്കാനുള്ള CJPയുടെയും അവരുടെ അരാജക കൂട്ടാളികളുടെയും അജണ്ട ഇതോടെ പൂർണ്ണമായും പൊളിഞ്ഞു പാളീസായിരിക്കുകയാണ്. രാജ്യത്തെ ക്രമസമാധാനവും നിയമവാഴ്ചയും തകർക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഏത് അരാജക ശക്തികളുടെയും വ്യാജ പ്രഖ്യാപനങ്ങൾ ഇതുപോലെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ ചീറ്റിപ്പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.